Hi guys, welcome back to my channel. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ do subscribe and hit the bell icon. So guys, ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് OnePlus Wireless Z അല്ലെങ്കിൽ Wireless Z ഹെഡ്സെറ്റിൻ്റെ എൻ്റെ ചാനലിലെ ഫസ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ് ഗൈസ്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള ഡേയ്സിൽ പുതിയ അൺബോക്സിംഗ് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. സോ ഗൈസ്, ഇതാണ് Wireless Z അല്ലെങ്കിൽ Wireless Z ഹെഡ്സെറ്റ്. ഇതിൻ്റെ പാക്കേജ് നോക്കി അറിയാം, ഒരു സ്ക്വയർ ടൈപ്പ് പാക്കേജ് ആണ്. OnePlusന്റെ യൂഷ്വൽ കളറായ റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണത് വന്നിരിക്കുന്നത്. സോ ഒരു നെക്ക് ബാൻഡ് ആയതുകൊണ്ട് ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്കും ഒക്കെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ്. കാരണം IP55 റേറ്റിംഗ് ഉണ്ട്, സ്വെറ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ആണ്. സോ ആ ഹെഡ്സെറ്റ് എൻ്റെ വൈറ്റ് കളറിൻ്റെ പൗച്ചിൻ്റെ ബാക്കിലാണ്. സോ ഞാൻ ജസ്റ്റ് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. ആ റെഡ് കളർ ബോക്സിൽ ഒരു എക്സ്ട്രാ ചെറിയൊരു പൗച്ചുണ്ട്. അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കതൊന്ന് തുറന്ന് കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അതിലൊരു USB Type-C കേബിളാണ്, ചാർജിങ്ങിനൊക്കെ വേണ്ടിയുള്ള ഒരു കേബിളാണ്. സോ വേറെ അതിലെന്താ ഉള്ളതെന്ന് വെച്ച് നമുക്ക് നോക്കാം. ഒരു എക്സ്ട്രാ ഇയർ ബഡും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വേറെ ഒന്നും അതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, യൂസർ മാനുവലിലെ കാര്യങ്ങളൊന്നുമില്ല. സോ ജസ്റ്റ് നമുക്ക് നമ്മുടെ മെയിൻ ഹെഡ്സെറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. സോ ഞാൻ ഇവിടെ ഇപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ഹെഡ്സെറ്റ് ആണ് ഗൈസ്. സോ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് ഓർഡർ ചെയ്തത്. നിങ്ങൾക്ക് വേറെ വാങ്ങിക്കാം, സ്റ്റോറിൽ പോയി ജസ്റ്റ് അവരുടെ ഇതിൽ നോക്കിയാൽ മതി. സൈഡിൽ ഒരു ടേപ്പ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു 28 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഒരു 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള നെക്ക് ബാൻഡാണിത്. 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂർ പ്ലേ ബാക്ക്. പെട്ടെന്ന് 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 10 മണിക്കൂർ നമുക്ക് കേൾക്കാം. കൂടാതെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 hours, ഒരു ദിവസത്തിൽ 20 മണിക്കൂർ നമുക്ക് പാട്ടും വീഡിയോസും ഒക്കെ കേൾക്കാൻ സാധിക്കും. സോ ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഒരു മാറ്റ് ഫിനിഷ് ലുക്കാണ്, ഒരു റബ്ബറി ആൻഡ് മാറ്റ് ഫിനിഷ് ലുക്കാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. സോ ഇതിൻ്റെ ചാർജിങ് പോർട്ട് എന്ന് പറഞ്ഞാൽ USB Type-C പോർട്ടാണ്. കൂടാതെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ മാഗ്നറ്റിക് ലോക്സ് ആണിത്. ജസ്റ്റ് ഞാനിതിപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. ഞാൻ ആ മാഗ്നറ്റിക് ലോക്ക് ഒന്ന് ഡിറ്റാച്ച് ചെയ്തു, എങ്കിൽ മാത്രമേ നമ്മുടെ ഫോണുമായിട്ട് അത് പെയർ ആകാൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ ജസ്റ്റ് പെയർ ആകാനുള്ള ടൈമായി. ജസ്റ്റ് OnePlus വന്നിരിക്കുകയാണ്, പെയറിങ് ഓപ്ഷൻ വന്നു. ഞാൻ പെയറിങ് കൊടുക്കുകയാണ് ഗൈസ്. സോ അറൗണ്ട് ഒരു 2 to 3 സെക്കൻഡ്സിനുള്ളിൽ എനിക്കിത് പെയറായി. OnePlusന്റെ ഫോണാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പെയർ ആകും. കാരണം ലാപ്പിലും ഫോണിലും ഒക്കെ സ്വിച്ച് ചെയ്ത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കണക്ട് ചെയ്യുമെന്നാണ് OnePlus പറയുന്നത്. സോ ജസ്റ്റ് ഞാനതൊന്ന് ഹെഡ്സെറ്റ് ഞാൻ വെച്ച് ചെവിയിൽ വെച്ച് അതിൻ്റെ പാട്ടും അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കേട്ട് നോക്കുകയാണ്. ഇതിൽ 9.2mm ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് നല്ല അത്യാവശ്യം ക്വാളിറ്റി സൗണ്ടും ഫീലും ഒക്കെയാണ് എനിക്കിത് കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ഗൈസ്, ഞാനിപ്പോൾ ഇത് പാട്ട് കേട്ടതെന്ന് വെച്ച് 10 മിനിറ്റ് ചാർജ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു ദിവസത്തിലെ 10 മണിക്കൂർ ചാർജ് ചെയ്യാനുള്ള പ്ലേ ബാക്ക് ടൈം എനിക്ക് കിട്ടി. സോ ഇപ്പോൾ നമ്മളെ ആരെങ്കിലും ഒന്ന് വെളിയിൽ നിന്ന് വിളിക്കുകയാണ്, നമ്മൾ ആ ഇയർബഡ് രണ്ടും ഊരുമ്പോൾ തന്നെ ആ മാഗ്നറ്റിക് ലോക്ക് അതിൽ നിന്ന് ഓട്ടോമാറ്റിക് വീഴും. സോ നമ്മുടെ കേട്ടോണ്ടിരിക്കുന്നത് പോസ് ആകുന്നു. സോ ഗൈസ്, ഞാനിത് വെളിയിൽ വെച്ച് ഞാനിത് കേട്ട് നോക്കിയതെന്ന് വെച്ച് ഒരു പാട്ടിന് ഒരു ലോസും വരുന്നില്ല. സോ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് നമുക്ക് വേർത്താണ്, ക്വാളിറ്റി അതിനുള്ള വേർത്തായിട്ടുള്ള ക്വാളിറ്റിയാണ് OnePlus പ്രൊവൈഡ് ചെയ്തിരുന്നത്. സോ ഹോണസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് എടുത്ത് യൂസ് ചെയ്യാം. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.